വാർത്തകൾ വിശദമായി നോക്കാം. ചെമ്പക്കുളം ജലോത്സവത്തിൽ വനിതകൾ തുഴഞ്ഞ വള്ളം മറിഞ്ഞു. ചെമ്പക്കുളം CDS തുഴഞ്ഞ കാട്ടിൽ തെക്കേതിൽ വള്ളമാണ് മറിഞ്ഞത്. വനിതകളുടെ മത്സരം പൂർത്തിയാക്കാതെ ചുണ്ടൻ മത്സരം നടത്തിയതാണ് വള്ളം മറിയാൻ കാരണം. പരിക്കേറ്റവരെ ചെമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടൻ ജേതാക്കളായി. രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചെറുതനെയും ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയെയുമാണ് പരാജയപ്പെടുത്തിയത്. 2 വള്ളപ്പാടിനാണ് നടുഭാഗം ജയിച്ചത്. കേരളത്തിൽ ജലമേളകൾക്ക് തുടക്കമായിരിക്കുന്നു. വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ചമ്പക്കുളത്ത് മൂലം ജലോത്സവം നടന്നത്. ഇതിനിടെയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു അപകടം ഉണ്ടായത്. തെക്കനോടി വള്ളങ്ങളുടെ മത്സരം, വനിതകൾ തുഴഞ്ഞ തെക്കനോടി വള്ളങ്ങളുടെ മത്സരം നടക്കുന്നതിനിടെയാണ് കാട്ടിൽ തെക്കേതിൽ വള്ളം ചമ്പക്കുളം CDS തുടങ്ങിയ വള്ളം മറിയുന്നത്. 26 പേരായിരുന്നു ഈ വള്ളത്തിലുണ്ടായിരുന്നത്. 5 പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഇവിടെ സംഭവ സ്ഥലത്ത് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ഇവരെല്ലാവരെയും രക്ഷിക്കുകയും ചെയ്തു എന്ന ആശ്വാസകരമായ വിവരമാണ് ഉള്ളത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ സ്ഥലത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നൽകണം എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് വേഗത്തിൽ തന്നെ എല്ലാവരെയും ബോട്ടിൽ കയറ്റി. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റ് വള്ളങ്ങളും ഒപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ബോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. എന്തായാലും നിലവിൽ ഇവരെല്ലാവരും സുരക്ഷിതരാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എടുത്തു പറയാനുള്ളത്, ഇത് അധികൃതരുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയുണ്ടായത് ഈ വള്ളങ്ങൾ വനിതകളുടെ മത്സരം നടക്കുമ്പോൾ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരവും ആരംഭിച്ചു. ഈ 3 ചുണ്ടൻ വള്ളങ്ങളും കയറി വന്നതോടുകൂടിയാണ് അതിനിടയിൽ പെട്ടുകൊണ്ടാണ് ഈ കാട്ടിൽ തെക്കേത് വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ നടുഭാഗം ചുണ്ടൻ വിജയിച്ചിരിക്കുന്നു. UBC കൈനകരിയുടെ ഒരു മടങ്ങിവരവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈശ്വരന് നന്ദി, അങ്ങേയറ്റം എല്ലാവർക്കും നന്ദി. വള്ളംകളി UBC ക്ലബിന്റെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇതൊരു തുടക്കമാണ്. UBC തിരിച്ചുവരവാണിത്. 22 വർഷം പഴക്കമുള്ള ക്ലബിന്റെ തിരിച്ചുവരവാണ് ഞങ്ങൾ ഈ കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായിട്ട് നെഹ്റു ഇത്തവണ ഉണ്ടാവും. കഴിഞ്ഞ പരാജയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ അതിശക്തമായി നെഹ്റു ട്രോഫി അത് കഴിഞ്ഞുള്ള CBL മത്സരങ്ങളിലും തീർച്ചയായിട്ടും ഉണ്ടാവും. 2ാം സ്ഥാനത്ത് തലവടി ചുണ്ടൻ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന ചുണ്ടൻ എത്തി. 3ാം സ്ഥാനത്ത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി എത്തി. ആയാപറമ്പ് ബോട്ട് ക്ലബ്ബാണ് തുടഞ്ഞത്. ഇത് ഫലത്തിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ അംഗങ്ങൾ ഏറെയുള്ളവരാണ് ഇവർ എന്ന് പറയുന്നു. എന്തായാലും കടുത്ത മത്സരങ്ങൾക്ക് തുടക്കം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിൽ ഡ്രീം കാച്ചേഴ്സ് അയ്മനം തുഴഞ്ഞ മാമൂടൻ ജേതാക്കളായി. വെപ്പ് A ഗ്രേഡ് സമുദ്ര ബോട്ട് ക്ലബ്ബ് കുമരകം തുഴഞ്ഞ നവജ്യോതി ജേതാക്കൾ ആയി. ഒപ്പം തന്നെ ഈ ലൂസേഴ്സ് ഫൈനലിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ആണ് ജേതാക്കൾ ആയത്. എന്തായാലും ഒരു വള്ളംകളി സീസണ് കൂടി തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ആവേശകരമായ CBL പോരാട്ടങ്ങൾ, നെഹ്റു ട്രോഫി മത്സരങ്ങളൊക്കെയാണ് ഇനി കേരളത്തെ കാത്തിരിക്കുന്നത്. വലിയ മഴ രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കുട്ടനാട്ടിലെ വള്ളംകളി പ്രേമികൾ ഇവിടേക്ക് ഒഴുകി എത്തിയത്. പൊതുവ്യക്തി നിയമത്തിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസ്. പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ ബുധനാഴ്ചത്തെ നേതൃയോഗം ചേരും. പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗും തയ്യാറെടുക്കുകയാണ്. നിയമത്തിനെതിരെ ലീഗ് കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിക്കും. വിഷയത്തിൽ CPM നിലപാടിനെ സ്വാഗതം ചെയ്ത ലീഗ് യോജിച്ച സമരത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞാണ് ഇന്ന് കൂടുതൽ ശക്തമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നത്. കാരണം സമസ്തയ്ക്ക് UDFന്റെ ഈ നിലപാടിനോട്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നിലപാടിനോട് അഴകുഴമ്പൻ നിലപാടെന്ന വിമർശനവുമായി സമസ്ത രംഗത്ത് വന്നിരുന്നു. പരസ്യ വിമർശനം തയ്യാറായില്ലെങ്കിലും മുസ്ലിം ലീഗിനും കോൺഗ്രസ് ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിൽ അതൃപ്തിയുണ്ട്. 10 ചേരുന്ന UDF യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അതിന്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു വിഷയമുള്ളത് LDF CPM ഇത് വലിയൊരു അവസരമായി കാണുകയാണ്.
മാറുകയാണ്. കാരണം പൌരത്വ ഭേദഗതി വിഷയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്ന പ്രക്ഷോഭങ്ങളുടെ മുന്നണിയിൽ CPM ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിം സംഘടനകളെ പോലും മറികടന്നുകൊണ്ട് CPM ഇടതുമുന്നണിയും അതിൽ വലിയൊരു മേൽക്കൈ ആ സമരങ്ങൾ നേടിയിരുന്നു. രാഷ്ട്രീയ ഗുണം അവർ കിട്ടിയിരുന്നു. അതേ സാഹചര്യം മുതലാക്കാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വിഷയത്തിലും ഏകീകൃത സിവിൽ കോഡിലും CPM തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ടാണ് CPM സംസ്ഥാന സമിതി വിഷയം ചർച്ച ചെയ്യുകയും ഇടതുമുന്നണിയുടെ ബാനറിൽ വലിയ സമരങ്ങൾക്ക് വലിയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് ആദ്യപടി കോഴിക്കോട്ടെ സെമിനാറാണ്. അതിൽ സമസ്ത ഉൾപ്പെടെയുള്ളവർക്ക് പങ്കെടുക്കാം, മുസ്ലിം ലീഗിനും പങ്കെടുക്കാമെന്ന് CPM പറയുമ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യം അവർക്ക് അതിൽ ഉണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസമുള്ള ഒരു മെല്ലെപ്പോക്ക് മാറ്റിവെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മറ്റന്നാൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. KPCCയുടെ വിശാലമായ കോൺഗ്രസ് പ്രവർത്തകർ നേതൃനിരയുടെ വിശാലമായ യോഗമാണ് മറ്റന്നാൾ ചേരുക. ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ എങ്ങനെയൊക്കെ സമരത്തിന്റെ മുന്നണിയിലേക്ക് എത്താം, മുസ്ലിം ലീഗിന് വിശ്വാസമെടുക്കണം, മുസ്ലിം സമുദായങ്ങളെ വിശ്വാസമെടുക്കണം. ഈ സമരത്തിന്റെ മുൻപന്തിയിൽ CPM വരാൻ ശ്രമിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് മുസ്ലിം സമുദായം കഴിഞ്ഞ കുറേ നാളുകളായി UDFനൊപ്പമാണ്. അവർ ഒരു മേൽക്കൈ രാഷ്ട്രീയമായി അവർക്കുണ്ട്. അത് നഷ്ടപ്പെടാത്ത തരത്തിൽ അവരുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുമുന്നണിക്ക് വലിയ നേട്ടം സംസ്ഥാനത്തുണ്ടായതിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. UDFന്റെ പരമ്പരാഗത വോട്ടുകൾ വലിയൊരളവിൽ LDFിലേക്ക് പോയിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഒന്ന് അമാന്തിച്ചു നിന്നാൽ അത് വീണ്ടും UDF നഷ്ടമുണ്ടാക്കും, അവരുടെ വോട്ട് ഒലിച്ചുപോകും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഴ്ച UDF ആഗ്രഹിക്കുന്നില്ല. ലീഗിന്റെ അതിർത്തി വിഷയത്തിൽ തുറന്നു കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു അടിയന്തര യോഗം മറ്റന്നാൾ വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്ന. മറുഭാഗത്ത് CPMഉം ഇടതുമുന്നണിയും തയ്യാറെടുപ്പ് തന്നെയാണ്. കോൺഗ്രസിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു തുടക്കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പം, ആശങ്ക, ലീഗിന്റെ അസംതൃപ്തി, സമസ്ത ഉൾപ്പെടെയുള്ള പരസ്യ പ്രതികരണം പരമാവധി മുതലെടുക്കാൻ CPMഉം ശ്രമിക്കുന്നു, തയ്യാറെടുക്കുന്നു. ചുരുക്കത്തിൽ ഏകീകൃത സിവിൽ കോഡ് വിഷയം BJPക്കെതിരെയുള്ള ഒരു സമരം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മേൽക്കൈ, ന്യൂനപക്ഷങ്ങളുടെ മേൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആർക്കാണ് കൂടുതൽ കഴിയുക എന്ന ഒരു തർക്കമായി കൂടി മാറുകയാണ്, രാഷ്ട്രീയ തർക്കമായി കൂടി മാറുകയാണ്. വരും ദിവസങ്ങളിലും ഇതിന്റെ അലയൊലികൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടാകും. പൊതുവ്യക്തി നിയമത്തിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൊതുവ്യക്തി നിയമത്തെ എതിർക്കുന്നത് ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവരാണ്. നീതിയും സമത്വവും ഉറപ്പാക്കുകയാണ് പൊതുവ്യക്തി നിയമത്തിന്റെ ലക്ഷ്യം. 90കളിൽ പൊതുവ്യക്തി നിയമത്തെ ഇടതു പാർട്ടികൾ അനുകൂലിച്ചിരുന്നെന്നും ഇടതു പാർട്ടികൾ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും ഗവർണർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. Discussing the individual parties, I have merely said left parties. I have not named any particular party. But I ask you, in law, in constitution, the words carry a great meaning. What the Article 37 says, it says that these provisions shall not be enforceable by any court, but the principles therein laid down are nevertheless fundamental in the governance of the country. പൊതുവ്യക്തി നിയമത്തെ എതിർത്ത് ആദിവാസി നേതാവ് CK ജാനു ഗോത്ര സ്വത്വത്തെ തകർക്കുന്നതാണ് പൊതുവ്യക്തി നിയമമെന്നും ആദിവാസി ജീവിതത്തെ ബാധിക്കുമെന്നും ജാനു പറഞ്ഞു. സിവിൽ നിയമങ്ങൾക്കപ്പുറത്താണ് ആദിവാസികളുടെ ജീവിത രീതി. ഗോത്ര ജീവിതം പൊതുസമൂഹത്തിന് ഒരു തരത്തിലും ഒരു ദോഷവും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ജാനു പറഞ്ഞു. വിയോജിപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ NDAയിൽ തുടരാനാണ് തീരുമാനം. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിലുള്ള ഇത്തരം ഇന്ത്യയിലുള്ള ഇത്തരം സംവിധാനത്തിന് പുറത്താണ് ശരിക്കും ആദിവാസികളുടെ ഒരു ജീവിത ക്രമപ്പെടുത്തൽ, ജീവിത രീതി ഒക്കെ അതിന് പുറത്താണ് ശരിക്കും ഉള്ളത്. മനുഷ്യന്റെ ഐഡന്റിറ്റി, അസ്തിത്വത്തെയും തകർക്കരുത്. അത് നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് വരുന്ന വികസനവും സംവിധാനവും മതി. ഇത് ലോകത്തിലെ ആർക്കും ഒരു ദോഷമൊന്നും ചെയ്യുന്നില്ല ഒരു സംവിധാനത്തിനും. പിന്നെ എന്തിനാണ് ഇത് തകർക്കേണ്ട ആവശ്യം? ഇപ്പൊ ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രകൃതിക്കോ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലല്ലേ അത് ഈ ഒരു നിലപാടെടുക്കുന്നതിലൂടെ ഇത്ര ദോഷങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യനെ ഇങ്ങനെ പ്രതിപാലിക്കും. അതുകൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത് അങ്ങനെ മാറ്റേണ്ട ആവശ്യം? പൊതുവ്യക്തി നിയമം നടപ്പാക്കണമെന്ന് MN കാരശ്ശേരി. നെഹ്റുവും അംബേദ്കറും EMSഉം പൊതുവ്യക്തി നിയമത്തിന് അനുകൂലമായിരുന്നെന്നും കാരശ്ശേരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. വേറൊരാളുടെ പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. ഡോക്ടർ BR അംബേദ്കറോ ജവഹർലാൽ നെഹ്റു ഒന്നും സംഘപരിവാർ അജണ്ടയുള്ള ആളുകളല്ലല്ലോ. പക്ഷേ ഇത് ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യേണ്ട കാര്യം ആദ്യം ഇതിനൊരു കരട് ബില്ല് അവതരിപ്പിക്കുക. എവിടെ
ലോക്സഭയിലും രാജ്യസഭയിലും വെക്കണം. അത് കഴിഞ്ഞ് സംസ്ഥാന നിയമസഭകൾക്ക് അയച്ചു കൊടുക്കണം. അവർ ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ എന്താണ് ഇതിലെ വകുപ്പുകൾ, എന്തൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നത് തുടങ്ങി ജനങ്ങൾ അറിയണം. അപ്പോഴാണ് അവർ പറഞ്ഞത്. ഇപ്പൊ ലോ കമ്മീഷന് അഭിപ്രായം പറയാൻ പറഞ്ഞത്. എന്തിനെ പറ്റി അഭിപ്രായം പറയേണ്ടത്? മുഖ്യമന്ത്രിയുടെ അക്കാദമിക് അഡ്വൈസർ രതീഷ് കാളിയാടൻ PhD തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി KSU. സ്കൂളിൽ അധ്യാപകനായി ഇരിക്കുമ്പോൾ തന്നെ അസമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലറായാണ് PhD എടുത്തതെന്നാണ് ആരോപണം. പ്രബന്ധത്തിൽ 70% കോപ്പിയടിയാണെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അക്കാദമിക് അഡ്വൈസർ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും KSU ആവശ്യപ്പെട്ടു. അദ്ദേഹം 2012-14 കാലഘട്ടത്തിൽ ആസാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി എന്നാണ് അദ്ദേഹത്തിന്റെ രേഖകളിൽ എല്ലാം കാണിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്ത് 2009-17 കാലഘട്ടത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് തലശ്ശേരിയിൽ അധ്യാപകനായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ആസാമിലേക്ക് അദ്ദേഹം പോയി ഒരേ സമയം, ഇത് കായംകുളം MSM കോളേജിൽ നിഖിലിന്റെ വിവാദം ഉണ്ടായതിന് സമാനമായി, നിഖിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ നിന്ന് വിമാനത്തിൽ കയറി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് പോലെ തന്നെ ഇദ്ദേഹം തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആസാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടുകയാണ്. അതും അദ്ദേഹം റെഗുലർ ബേസിസിൽ തന്നെയാണ് PhD നേടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മിനിമം റെഗുലർ PhD എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം 3 വർഷമെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് ആ PhD പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. അതിൽ കോഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 80% അറ്റൻഡൻസ് നേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം അവിടെ PhD നേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വലിയൊരു കൃത്രിമത്വമുണ്ട്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് രതീഷ് കാളിയാടനെതിരായ KSU ആരോപണം? ധന്യ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടനെതിരെയാണ് PhD തട്ടിപ്പ് ആരോപണവുമായി KSU രംഗത്ത് വന്നിരിക്കുന്നത്. തലശ്ശേരിയിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന അതേ കാലയളവിൽ തന്നെ രതീഷ് കാളിയാടൻ അസമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തത് എന്നതാണ് KSU ആരോപിക്കുന്നത്. 2012-2014 ഈ രതീഷ് കാളിയാടൻ PhD എടുത്തത്. UGC നിർദ്ദേശിക്കുന്നത് 3 വർഷം കൊണ്ട് PhD പൂർത്തിയാക്കണം എന്നാണ്. പക്ഷേ രതീഷ് കാളിയാടൻ 2 വർഷം കൊണ്ട് PhD പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അതും ഇതിന് വിരോധമാണ് എന്ന് ആണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നത്. UGCയുടെ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത് എന്ന് അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നു. ഒപ്പം PhD പ്രബന്ധം, രതീഷ് കാളിയാടന്റെ PhD പ്രബന്ധം 70% കോപ്പിയടിയാണ്. 10% വരെ പ്ലാജറിസമാണ് UGC അനുവദിക്കുന്നത്. പക്ഷേ അത് 70% കോപ്പിയടിയാണ്. ഓരോ ചാപ്റ്റർ വൈസും ഈ കോപ്പിയടിയാണ് എന്നാണ് അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നയാളാണ്. അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്തും രതീഷ് കാളിയാടനാണ് ഇരിക്കുന്നത്. ഈ അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്തെല്ലാം അദ്ദേഹം എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ PhD നേടി എന്നതാണ്. പക്ഷെ അത് ഈ രീതിയിലാണ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അതുപോലെ അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നാണ് KSU ആവശ്യപ്പെടുന്നത്. ഈ പ്രബന്ധം റദ്ദാക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. UGCക്കും ആസാം യൂണിവേഴ്സിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും എന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കുകയുണ്ടായി. നന്ദി. വാർത്തകളിലേക്ക്. K-Phone അഴിമതി ആരോപണത്തിൽ വിജിലൻസ് പരിശോധന. ചൈനീസ് കേബിൾ വാങ്ങിയതിൽ അഴിമതിയെന്ന പരാതിയിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. പൂജപ്പുരയിലെ വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 പരിശോധന നടത്തിയത്. പരാതിക്കാരൻ പായ്ച്ചിറ നവാസിനോട് മൊഴി നൽകാൻ വിജിലൻസ് നിർദ്ദേശിച്ചു. ഈ മാസം 7 ഹാജരാകണം. K-Phoneന്റെ കേബിളുകൾ ചൈനീസ് കമ്പനിയുടേതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിരുന്നു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം വേണമെന്ന ടെൻഡർ വ്യവസ്ഥ ലംഘിച്ച് K-Phone പദ്ധതിയിൽ ഉപയോഗിച്ചത് ചൈനീസ് കേബിളാണെന്ന് കണ്ടെത്തിയിരുന്നു. കേബിൾ ഗുണനിലവാരത്തിൽ പദ്ധതിയുടെ പങ്കാളിയായ KCBയും സംശയം പ്രകടിപ്പിച്ചിരുന്നു.
കൈതോലപ്പായയിൽ പണം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ മൊഴിയെടുക്കാൻ പോലീസ്. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശക്തിധരന് പോലീസ് നോട്ടീസ് നൽകി. ബന്നി ബനാൻ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് എസിപിക്കാണ് അന്വേഷണ ചുമതല. സിപിഎമ്മിന്റെ ഉന്നത നേതാവ് 2 കോടിയിലേറെ രൂപ കൈതോലപ്പായയിൽ പൊതിഞ്ഞ് കാറിന്റെ ഡിക്കിയിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം. ഇപ്പോഴത്തെ ഒരു മന്ത്രിയും കാറിലുണ്ടായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി ശക്തിധരൻ ആരോപിച്ചിരുന്നു. സിപിഎം 6 തവണ തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. എന്നാൽ സാക്ഷികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമൂലം ഒറ്റ കേസിലും പ്രതികളെ ശിക്ഷിച്ചില്ല. പയ്യന്നൂർ, താഴെചൊവ്വ, മേലെചൊവ്വ, മട്ടന്നൂർ, പേരാവൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നത് നേരിട്ടുള്ള വധശ്രമങ്ങളായിരുന്നു. നിരവധി വധശ്രമങ്ങൾ താൻ അറിയാതെ നടന്നിട്ടുണ്ട്. പോയ വഴിയെ തിരിച്ചു വരാതിരുന്നും കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും കാർ മാറിക്കയറിയുമൊക്കെയാണ് രക്ഷപ്പെട്ടത്. തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവർ ഇന്ന് പാർട്ടിയിലും സർക്കാരിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് ഗൂഢാലോചന തുടരുന്നുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. എൻസിപി വിമത നീക്കത്തിന് പിന്നാലെ ശക്തിപ്രകടനവുമായി ശരത് പവാർ വിഭാഗം. YB ചവാൻ സമാധിയിൽ പൊതുസമ്മേളനം നടത്തി. കോൺഗ്രസ്, ഉദ്ധവ് വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് ശരത് പവാർ പ്രതികരിച്ചു. क्रायसिस असला, संघर्ष असला किंवा काही नवीन उभं करायचं असलं तर प्रामुख्यानं 2 शहरांची मी निवड करतो. त्याच्यामध्ये सातारा एक आणि कोल्हापूर एक. അജിത് പവാർ ഉൾപ്പെടെയുള്ള 9 നേതാക്കൾക്കെതിരെ പാർട്ടി അയോഗ്യതാ നോട്ടീസ് നൽകി. നിയമസഭാ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. അതേസമയം അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. പേരിനും ചിഹ്നത്തിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അജിത് പവാറിന്റെ വസതിയിൽ MLA-മാരുടെ യോഗം ചേർന്നു. തുടർന്ന് ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ രാജിവെച്ചു. നഗരസഭയിൽ വിമതർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ച ഈ മാസം 15-ന് നടക്കാനിരിക്കെയാണ് രാജി. കോൺഗ്രസിന്റെ ധാരണപ്രകാരം ആദ്യ 2.5 വർഷമാണ് അജിത തങ്കപ്പന് നിശ്ചയിച്ചിരുന്നത്. കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ DCC നിർദ്ദേശപ്രകാരമാണ് രാജി. ഭരണം നഷ്ടമാകില്ലെന്നും വിമതർ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും അജിത തങ്കപ്പൻ പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് എല്ലാ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കാരെ UDFന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏത് സമയത്തൊക്കെ എനിക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധി കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ എന്നെ പിന്തുണച്ചു. മുൻധാരണ പ്രകാരം രാജി താമസിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം താമസിച്ചു എന്ന് പറയാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, DCC വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഞങ്ങൾ 26-ാം തീയതി 27-ാം തീയതിയാണ് സമയം പറഞ്ഞിരുന്നെങ്കിലും 26-ാം തീയതി കൗൺസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിൻ്റെ മിൻസൊന്നും എനിക്ക് ഇറക്കണമെന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ 2 ദിവസം നമുക്ക് മുടക്കായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സമയത്ത് ഇന്റർനെറ്റ് സൗകര്യമുള്ള ഏറ്റവും വില കുറഞ്ഞ ഫോൺ അവതരിപ്പിച്ച് ജിയോ ഭാരത് എന്ന 4G ഫോണിന് 999 രൂപ മാത്രമേ ഉള്ളൂ വില. മറ്റ് സർവീസ് പ്രൊവൈഡർമാരെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡേറ്റ ലഭിക്കും. 123 രൂപയ്ക്ക് അൺലിമിറ്റഡ് വോയിസ് കോളും 14 GB ഡാറ്റയുമാണ് ജിയോ ഭാരത് ഫോണിനൊപ്പം ലഭിക്കുന്ന പ്ലാൻ. മറ്റ് ഓപ്പറേറ്റർമാരുടെ ഏറ്റവും കുറഞ്ഞ പ്ലാൻ 179 രൂപയ്ക്ക് കോളും 2 GB ഡാറ്റയുമാണ്. ജിയോ പേ വഴിയുള്ള UPI പേയ്മെന്റ്, ജിയോ സിനിമ തുടങ്ങിയ 2G മുക്ത് ഭാരത് എന്ന കാഴ്ചപ്പാടുമായി ജിയോ ഭാരത് ഫീച്ചർ ഫോൺ അവതരിപ്പിച്ചു. ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് 4G ഇന്റർനെറ്റ് ലഭിക്കുന്ന ജിയോ ഭാരത് ഫോൺ അവതരിപ്പിക്കുന്നത്. ജിയോ ഭാരത് ഫോൺ നിലവിൽ ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന 25 കോടി ഉപയോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത്. റിലയൻസ് റീറ്റെയിൽ കൂടാതെ മറ്റ് ഫോൺ ബ്രാൻഡുകൾ ജിയോ ഭാരത് ഫോണുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും. ആദ്യത്തെ 10 ലക്ഷം ജിയോ ഭാരത് ഫോണുകൾക്കുള്ള ബീറ്റ ട്രയൽ ജൂലൈ 7-ന് ആരംഭിക്കും. വെറും 999 രൂപ മുതലായിരിക്കും ജിയോ ഭാരത് ഫോണുകളുടെ വില. മറ്റ് ഓപ്പറേറ്റർമാരുടെ ഫീച്ചർ ഫോൺ ഓഫറുകളെ അപേക്ഷിച്ച് 30% കുറഞ്ഞ പ്രതിമാസ പ്ലാനും 7 മടങ്ങ് കൂടുതൽ ഡാറ്റയും ലഭ്യമാകും. അൺലിമിറ്റഡ് വോയിസ് കോളുകൾക്കും 14 GB ഡാറ്റയ്ക്കും പ്രതിമാസം 123 രൂപയായിരിക്കും നിരക്ക്. അൺലിമിറ്റഡ് വോയിസ് കോൾ 2 GB ഡാറ്റ പ്ലാനിന് 179 രൂപയാണ് കുറഞ്ഞ നിരക്ക്.
സംസ്ഥാനത്ത് അതിതീവ്ര മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ ഇടുക്കിയിലും കണ്ണൂരിലും റെഡ് അലർട്ടാണ്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. കാസർഗോഡ് പുത്തികയിൽ സ്കൂളിന് സമീപത്തെ മരം കടപുഴകി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. അങ്കണ്ടിമൊഗർ GHSS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷത്ത് മിൻഹയാണ് മരിച്ചത്. അങ്കണ്ടിമൊഗറിലെ BM യൂസഫ് ഫാത്തിമത്ത് സൈനബ ദമ്പതികളുടെ മകളാണ്. തിരുവനന്തപുരത്ത് നവവധു ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്തു. പ്രഭാകരൻ, ശൈലജ ദമ്പതികളുടെ മകൾ സോനയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശി വിപിന്റെ ഭാര്യയാണ്. 15 ദിവസം മുൻപാണ് സോനയുടെ വിവാഹം കഴിഞ്ഞത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 1:30 മണിയായി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഈ TV കാണാറുള്ളത് ഞാൻ വാർത്തയും ഈ FIR മാത്രമേ ഞാൻ കാണുള്ളൂ. വേറെ ഒരു പ്രോഗ്രാമും ഞാൻ കാണില്ല TV-യിൽ. ഇത് FIR കണ്ടു കഴിഞ്ഞ് ഞാൻ ചെന്ന് കിടന്നു. ഞാനും എൻ്റെ ഭാര്യയും കിടന്നു, മകൻ കിടന്ന് ഒരു 1:30 മണിയായപ്പോഴത്തേന് എന്നെ ഒരു പയ്യൻ വിളിക്കുന്നുണ്ട്. സോനയുടെ പപ്പയാണോ? ഞാൻ പറഞ്ഞു അതെ. ആരാണ്? അത് ഉണ്ണി, അവനെ വീട്ടിൽ വിളിക്കുന്ന ഉണ്ണി എന്നാണ് സോനയുടെ ഭർത്താവ്. ഉണ്ണി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. എന്താണ്? അത് ഇന്നലെ രാത്രി സോന ഒരു കടുംകൈ ചെയ്തു. ഞാൻ ചോദിച്ചു അവൾ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്? അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എപ്പോഴെന്ന് ചോദിച്ചു. ഇന്നലെ 12 മണിക്കെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ 12 മണിക്ക് നടന്ന സംഭവം എന്നെ വിളിച്ചറിയിക്കുകയോ എൻ്റെ മകനെ വിളിച്ചറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 10 മിനിറ്റ് 5 മിനിറ്റ് വേണ്ട ആ വീടുമായിട്ട് എത്താൻ. കാരണം ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തുക. പക്ഷെ ഞങ്ങളെ അറിയിക്കാതെ അവർ മെഡിക്കലിൽ കൊണ്ടുപോയി. ആ പയ്യൻ ഞങ്ങളെ വിളിക്കുന്നില്ല, പയ്യൻ്റെ വീട്ടുകാർ ഞങ്ങളെ വിളിക്കുന്നില്ല. പിന്നെ പയ്യൻ്റെ ഒരു സ്നേഹിതനെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹിതനെ വിട്ടാണ് സോനയുടെ പപ്പയെ അറിയിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്. അസ്വാഭാവിക മരണത്തിന് കാട്ടക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. RD ഇൻക്വസ്റ്റ് നടത്തുന്നതിനോടൊപ്പം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും നമ്മളത് വ്യാപിച്ചിട്ടുണ്ട്. രാത്രി 9 മണിയോടുകൂടി പയ്യൻ ഉറങ്ങാൻ കിടന്നുവെന്നും 12 മണിയോടുകൂടി ഞാൻ ഉണർന്നപ്പം നമ്മൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം ഘട്ടത്തിലാണത്. തൃശൂർ ആമ്പല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കല്ലൂർ പാടംവഴി സ്വദേശി കൂന്തലി ബാബുവിനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ 2:30-യോടെയാണ് സംഭവം. ബാബുവിന്റെ ആക്രമണത്തിൽ ഭാര്യ ഗ്രേസിക്ക് ഗുരുതര പരിക്കേറ്റു. കഴുത്തിനും കൈക്കും ഉൾപ്പെടെ ഗുരുതര മുറിവുകളേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബവഴക്കാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം. വെട്ടേറ്റ ഗ്രേസി സമീപത്തെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് സംഭവം അയൽവാസികൾ പോലും അറിയുന്നത്. 2 ദിവസം മുൻപും സമാന രീതിയിൽ ആക്രമിക്കാൻ ബാബു ശ്രമിച്ചതായി ഗ്രേസി അയൽവാസികളോട് പറഞ്ഞു. 2 ദിവസം മുന്നും ആ ചേച്ചിനെ വെട്ടാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിനെ സംശയരോഗമാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ആ ചേട്ടൻ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്നും ആ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടാണ് ആംബുലൻസിൽ വെച്ച് പറഞ്ഞത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 തൃശൂർ. കണ്ണൂരിൽ 6 വയസ്സുകാരനുൾപ്പെടെ 3 പേരെ തീവച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. കണ്ണൂർ പാട്ടിയം പത്തായക്കുന്നിലാണ് സംഭവം. തയ്യൽ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അനുജൻ രജീഷ്, ഭാര്യ സുബിന, മകൻ 6 വയസ്സുകാരൻ ദക്ഷൻ തേജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുടുംബകലഹമാണ് ക്രൂരതയ്ക്ക് കാരണം. തിരുവനന്തപുരത്ത് ഭാര്യാമാതാവിനെ തലയ്ക്കടിച്ചു കൊന്നു. നെയ്യാറ്റിൻകര കുളത്തൂരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കടകുളം സ്വദേശി തങ്കമാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ റോബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് മർദ്ദനം. കുപ്പിയിൽ പെട്രോൾ നൽകിയില്ലെന്ന കാരണത്താലാണ് മർദ്ദനമെന്നാണ് പരാതി. ഞാങ്ങാട്ടിരിയിലെ പെട്രോൾ പമ്പ് മാനേജർ, ജീവനക്കാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ആക്രമിച്ചവരെ കണ്ടെത്താൻ തൃത്താല പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി കട്ടപ്പനയിൽ പെൺസുഹൃത്തിനെ ലഹരിക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. സുഹൃത്തിന്റെ ബാഗിൽ MDMA ഒളിപ്പിച്ച ശേഷം എക്സൈസിനെ അറിയിച്ച
ഉപ്പുതറ സ്വദേശി ജയനാണ് അറസ്റ്റിലായത്. എക്സൈസിനെ തുടർന്ന് എക്സൈസ് സംഘത്തിന് വിവരം കൈമാറി. സംശയം തോന്നിയ എക്സൈസ് വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് ജയന്റെ ഫോണിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. പെൺസുഹൃത്തിനെ ഒഴിവാക്കാനാണ് ലഹരിക്കണി ജയൻ ഒരുക്കിയത്. ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെ ബാഗിൽ ലഹരി ഒളിപ്പിക്കുകയായിരുന്നു. ഗുണ്ടാക്രമണങ്ങൾ തടയാൻ ശക്തമായ നടപടിയെന്ന് DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ലഹരി വിരുദ്ധ നടപടി ഊർജിതമാക്കുമെന്നും റേഞ്ച് അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം ഉടൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതര കേസുകളിൽ പെടുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി തുടരും. തെറ്റ് ചെയ്താൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുണ്ടാകുമെന്നും എന്നാൽ കരുതിക്കൂട്ടി കേസെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് പറയുന്നത് ഒരു സേനയാണ്. അച്ചടക്കം ഇല്ലാതെ സേന ജോലി ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അച്ചടക്ക ലംഘനം ഉണ്ടെങ്കിൽ അതിന് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. അപ്പോൾ പല മാധ്യമങ്ങളിലെയും ചാനലിലെയും ഇങ്ങനെയുള്ള ചില ഇൻഡിസിപ്ലിനറി ആക്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് നടപടി തീർച്ചയായിട്ട് ഉണ്ടാവുള്ളത്. അതുപോലെ തന്നെ ഗുണ്ട ആക്ടിവിറ്റീസിനെതിരായിട്ടുള്ള നടത്തുന്ന ശ്രമം ഇനിയും തുടരും, നടപടികൾ ഉണ്ടാവും. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. എറണാകുളം കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. കരാർ കമ്പനിയും PWD ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനും പരാതി ലഭിച്ചിട്ടുണ്ട്. 4 മാസം മുൻപാണ് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വിള്ളൽ വലുതായതോടെ റോഡ് ഒരടിയോളം താഴ്ന്നു. മഴ പെയ്യുന്നത് മൂലം വിടവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചതുപ്പ് നിലത്ത് പാലം പണിതപ്പോൾ കൃത്യമായ മണ്ണു പരിശോധന നടത്തിയില്ല എന്നാണ് ആരോപണം. കരാർ കമ്പനിക്കെതിരെ അന്വേഷണം വേണമെന്ന് MLA കെ ബാബു ആവശ്യപ്പെട്ടു. ഒരു പാലം നിർമ്മിക്കുമ്പോൾ ആ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നിർബന്ധമായിട്ടും നടക്കേണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര മീറ്റർ പൈല് നടത്തണം എന്നുള്ളതല്ല. അതുപോലെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ മാർഷി ലാൻഡിലൊക്കെ ചിലപ്പോൾ സാൻഡ് പ്രൈസിംഗ് വേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒന്നും നടന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇനിയും ഇടിയാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധർ പരിശോധന നടത്തി. കൃത്യമായ അന്വേഷണം നടത്തി മേൽപ്പാലത്തിലെ തകരാറുകൾ പരിഹരിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നത്. കാരണം റോഡിന്റെ ഈ പാലത്തിന്റെ ഇരു സൈഡിലും സോയിൽ ടെസ്റ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ഇത് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് സോയിൽ ടെസ്റ്റ് നടത്തുകയാണ്. കാരണം ഈ പാലത്തിന്റെ ലാൻഡിങ്ങുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്തുള്ള സ്ലാബുകൾ താഴേക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പാലത്തിനായി പൈലിംഗ് നടത്തേണ്ടി വന്നാൽ പാലം അടച്ചിടേണ്ടി വരും. അങ്ങനെ വന്നാൽ കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്കായിരിക്കും രൂപപ്പെടുക. ന്യൂസ് 18 കൊച്ചി. കേരള സാഹിത്യ അക്കാദമി ഇക്കൊല്ലം പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ സർക്കാരിന്റെ 2ാം വാർഷിക എംബ്ലം ഉപയോഗിച്ചതിനെതിരെ വ്യാപക വിമർശനം. എംബ്ലം പതിപ്പിച്ച പുസ്തകങ്ങൾ പിൻവലിക്കണമെന്ന് വിവിധ സാഹിത്യകാരന്മാർ ആവശ്യപ്പെട്ടു. അതേസമയം ലോഗോ ഉൾപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ തീരുമാനമാണെന്നും അടുത്ത ലക്കത്തിൽ ലോഗോ ഒഴിവാക്കുമെന്നും അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പ്രതികരിച്ചു. 2ാം LDF സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 500 പുസ്തകത്തിന്റെ ഡിജിറ്റലൈസേഷനും 30 പുസ്തകങ്ങളുടെ പ്രസാധനവും കേരള സാഹിത്യ അക്കാദമി ഏറ്റെടുത്തിരുന്നു. ഈ 30 പുസ്തകങ്ങളിലാണ് സർക്കാരിന്റെ വാർഷികാഘോഷ എംബ്ലം പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അസാധാരണമായ ഈ നടപടി പിൻവലിക്കണമെന്ന് സാഹിത്യകാരന്മാർ ആവശ്യപ്പെട്ടു. എന്നാൽ സാധാരണ ഭരണ നടപടി എന്ന നിലയിലാണ് അത് ചെയ്തതെന്ന് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറിന്റെ വിശദീകരണം. എന്നാൽ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ തന്നെ അക്കാദമിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. ലോഗോ ഉൾപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ലക്കത്തിൽ ലോഗോ ഒഴിവാക്കും. വിഷയത്തിൽ തന്റെ എതിർപ്പ് വ്യക്തിപരമാണെന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാം, ഈ പുസ്തകത്തിൽ ഇത് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്, സെക്രട്ടറിയുടെ ഡിസിഷനാണ്. അതിൻ്റെ പേരിലൊരു വലിയൊരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷെ അത് എൻ്റെ ഒരു വിവേകം പറയുന്നത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് അകത്തെ 2ാമത്തെ കോപ്പിറൈറ്റ് പേജിൽ ആക്കാമായിരുന്നു. ഇത്രയും വളരെ ഒരു പരസ്യം പോലെ അത് വരേണ്ട കാര്യമില്ലായിരുന്നു എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ്
അക്കാദമിയുടെ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. ന്യൂസ് 18 തൃശൂർ. പോഷകസമൃദ്ധമായ ഡയറ്റിലൂടെ ക്യാൻസർ ബാധിതർക്ക് രോഗനിയന്ത്രണ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ശില്പശാല കൊച്ചിയിൽ നടന്നു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓങ്കോളജിയും ഡയറ്ററിയും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ക്യാൻസർ ബാധിതർക്ക് രോഗനിയന്ത്രണം വിധേയമാക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ പോഷകസമൃദ്ധമായ ഡയറ്റിലൂടെ നല്ല ജീവിതമെന്ന നിർദ്ദേശങ്ങളാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമിട്ടത്. കൊച്ചി IMA ബ്ലഡ് ബാങ്ക് സെക്രട്ടറിയും ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജുനൈദ് റഹ്മാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PV ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം RCCയിലെ സർജിക്കൽ ഓങ്കോളജി അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹൻ K, മുംബൈ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആൻഡ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ശിവശങ്കർ തിമ്മൻപാതി, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മെഡിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ഡയറക്ടർ ഡോക്ടർ PV തോമസ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജൻ, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സൂരിജ് സാലി, ചീഫ് ഡയറ്റീഷ്യൻ നൈഡിൻ പൗളിൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓൺകോളജിയും അതുപോലെ ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഓൺകോ ന്യൂട്രീഷൻ, അതായത് ക്യാൻസർ രോഗബാധിതർക്കായിട്ടുള്ള ഒരു പോഷകാഹാരത്തെക്കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസും അതുവഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും പോഷകാഹാര വിദഗ്ധരും അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 200ഓളം പോഷകാഹാര വിദഗ്ധരും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു. 12ഓളം പ്രബന്ധങ്ങൾ, പോസ്റ്റർ പ്രദർശനങ്ങളും ക്വിസ് മത്സരവും ശില്പശാലയുടെ ഭാഗമായി നടന്നു. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5395 രൂപ, പവന് 43,160 രൂപ, വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോ 76,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,228 രൂപ, ഔൺസിന് 1,402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ വിശദമായി പൂർണ്ണമാവുന്നു. നമസ്കാരം.